മുരിങ്ങയിലയും എഗ്ഗൊക്കെ ചേർത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കറി ഉണ്ടാക്കിയില്ലേ, അന്ന് അതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു കറിയായിട്ടോ അത് അയിലക്കറി. അപ്പോൾ ഇതിൽ കുറച്ച് ഓയിൽ ചേർത്ത്, കോക്കനട്ട് ഓയിൽ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 20 മിനിറ്റ് നേരം അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ കറി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. പിന്നെ അന്ന് എനിക്ക് നാളികേരം ചേർക്കേണ്ട ഒറ്റ കറിയിൽ നാളികേരം ചേർക്കാൻ ഇഷ്ടം തോന്നിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാളികേരം എല്ലാത്തിലും ഒഴിവാക്കിയതാണത്. ഈസിയാണ്, വളരെ ഈസിയാണ് നാളികേരം ചെരുകാനും പിന്നെ അത് പിഴിഞ്ഞ് പാലിരിക്കാനൊക്കെ നിൽക്കേണ്ട. അപ്പോൾ ഇതാകുമ്പോൾ അതൊന്നും വേണ്ടല്ലോ, ഈസി ആയിട്ട് ചെയ്യാം. ഫിഷ് കറിയും ചീര, മുരിങ്ങയില ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ ഇതിൽ ഞാൻ ഇഞ്ചി ചേർത്തിട്ടുണ്ട് കേട്ടോ വറവിലേക്ക്, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഓക്കെ, എൻ്റെ രുചി ആസ്വദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.